കൊടകര പേരാമ്പ്രയിൽ ദേശീയപാതയിൽ നിന്നുള്ള മഴവെള്ളം വ്യാപാര സ്ഥാപനങ്ങളിലേക്കും വീടുകളിലേക്കും ഒഴുകിയെത്തുന്നത് പ്രദേശവാസികളെ ദുരിതത്തിലാക്കുന്നു. റോഡിൽ വീഴുന്ന മഴവെള്ളം ഒഴുകിപ്പോകാനുള്ള കാനകൾ ഇല്ലാത്തതാണ് ജനങ്ങളെ വലയ്ക്കുന്നത്. വർഷങ്ങൾക്ക് മുൻപ് ദേശീയപാത നാലുവരിയാക്കി നവീകരിച്ചതോടെയാണ് പേരാമ്പ്രയിൽ റോഡിനോട് ചേർന്നുള്ള ഭാഗത്ത് താമസിക്കുന്ന കുടുംബങ്ങൾക്കും കച്ചവട സ്ഥാപനങ്ങളിലുള്ളവർക്കും വെള്ളം മൂലമുള്ള ദുരിതം തുടങ്ങിയത്. വീടുകളും വ്യാപാര സ്ഥാപനങ്ങളും ഉള്ള ഭാഗം റോഡിനേക്കാൾ താഴ്ന്നു കിടക്കുന്നതിനാൽ മഴക്കാലത്ത് റോഡിൽ നിന്ന് വെള്ളം ഒഴുകി വീടുകളിലേക്കെത്തും. പേരാമ്പ്ര പള്ളി ജംഗ്ഷനിൽ അടിപ്പാത വന്നതോടെ ഈ ദുരിതം ഇരട്ടിച്ചു. പേരാമ്പ്ര അപ്പോളോ ടയേഴ്സ് പരിസരത്ത് നിന്ന് അടിപ്പാതയുടെ റോഡ് ആരംഭിക്കുന്നതിനാൽ ഈ ഭാഗത്ത് ചരിഞ്ഞുകിടക്കുന്ന ദേശീയപാതയിൽ നിന്നുള്ള മഴവെള്ളം ഒഴുകി സർവീസ് റോഡുകളിലൂടെ വീടുകളിലേക്കെത്തും. ദേശീയപാതയിൽ നിന്നുള്ള മഴവെള്ളം ഒഴുകിയെത്തുന്നതിനാൽ പേരാമ്പ്ര 11-ാം വാർഡിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതം ദേശീയപാത അതോറിറ്റിയിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും പരിഹാരം കാണാനുള്ള നടപടി ഇനിയും ഉണ്ടായിട്ടില്ലെന്ന് കൊടകര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രനില ഗിരീശൻ പറഞ്ഞു. അടിപ്പാത തൊട്ടുള്ള വെള്ളം കയറി വന്ന് ഈ അപ്പോളോ ടയേഴ്സിന്റെ ഓപ്പോസിറ്റുള്ള ബസ് സ്റ്റാൻഡിന്റെ അവിടെ വെള്ളക്കെട്ട് വന്ന് വീടുകളിലേക്കാണ് പോകുന്നത്. ഇതിന്റെ പ്രശ്നം ഇപ്പോഴും ചെയ്യാമെന്ന് പറയല്ലാണ്ട് ചെയ്തു തരുന്നില്ല. ഇപ്പോൾ ഒറ്റ മഴയ്ക്ക് വീടുകൾ മുങ്ങുന്ന അവസ്ഥയിലാണ് ഞങ്ങളുടെ വാർഡിലെ ജനങ്ങൾ അനുഭവിക്കുന്നത്. സർവീസ് റോഡരികിൽ നിർമ്മിച്ചിട്ടുള്ള കാനയുടെ സ്ലാബുകൾ തുളച്ച് മഴവെള്ളം കാനയിലേക്ക് ഒഴുക്കിക്കളയാനാണ് അധികൃതർ ശ്രമിക്കുന്നത്. എന്നാൽ മഴവെള്ളം പൂർണ്ണമായും ഒഴുകിപ്പോകാൻ ഈ സംവിധാനം പര്യാപ്തമല്ലാത്തതിനാൽ ജനങ്ങളുടെ ദുരിതം തുടരുകയാണ്. TCV ന്യൂസ്, കൊടകര.